നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് നമ്മൾ അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയം വന്നെത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അനിയും അതുപോലെ തന്നെ നമ്മൾ അനാമികയും ഒരുക്കിയൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ മുത്തശ്ശനാണെങ്കിൽ മോതിരമൊക്കെ എടുത്ത് രണ്ടുപേരെ കയ്യിൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, മാറ്റിയിടാനൊക്കെ വേണ്ടി. ആ സമയത്താണെങ്കിൽ നമ്മൾ അനി ഇങ്ങനെ മോതിരം ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ നിർത്തുന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് വേറെ ആരുമല്ല, നമ്മളെ വേണുവും അനാമികയും അമ്മയൊക്കെ വരുന്നത് കേട്ടോ. അപ്പം വേണു ആണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, ഒരു പെണ്ണിനെ ഡിവോഴ്സ് ചെയ്യാതെ എങ്ങനെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നത്, അത് എവിടുത്തെ ഏർപ്പാടാന്ന് ചോദിക്കേണ്ട താമസം നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ വേണുവിൻ്റെ മുഖത്തൊക്കെ ഒരു അടിയൊക്കെ നമ്മളെ മുത്തശ്ശൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ജലജ പറയുന്നുണ്ട്, അച്ഛൻ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി തന്നെ കറക്റ്റ് സമയത്ത് തന്നെ ഈ വിവാഹ നിശ്ചയം നടക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വേണുവിൻ്റെ മുഖത്ത് അടി കൊടുക്കുന്നത് കണ്ടിട്ട് തന്നെ നമ്മളെ അനാമികയാണെങ്കിൽ ആകെ ഷോക്കായൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഇവിടാണ് നമ്മളെ ട്വിസ്റ്റ് നന്ദു അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മളെ നന്ദുവും വന്നിട്ടുണ്ട്, നമ്മളെ അനാമികയും വന്നിട്ടുണ്ട്. എങ്ങനെ വിവാഹ നിശ്ചയം മുടക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു നമ്മളെ അനി. അതെന്തായാലും ഇപ്പൊ എന്തായാലും രണ്ടുപേരും കൂടെ ആയിട്ട് വന്നിട്ട് അതെന്തായാലും അങ്ങ് മുടങ്ങുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മളെ നന്ദു പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പം ആ പരാതി അനാമികയെ തന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു പരാതി കിട്ടുന്ന സമയത്താണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മളെ നന്ദു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ആകെ ഷോക്കായൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അനിയുടെ മുഖത്ത് മാത്രം നമ്മളെ സന്തോഷമൊക്കെ കാണും. ഒരു സന്തോഷമൊക്കെ നമ്മൾ അനിയുടെ മനസ്സിലും കാണുമല്ലോ. എന്തായാലും ഇങ്ങനെയെങ്കിലും വിവാഹ നിശ്ചയം മുടങ്ങിയല്ലോ എന്നുള്ളൊരു സമാധാനം നമ്മൾ അനിക്കും കാണും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.